ഋത്വിക് സിദ്ധാന്തം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് ഋത്വിക് തെളിയിക്കാൻ ഫിലോസഫി 4 വാദഗതികൾ നൽകുക. പറഞ്ഞോളൂ പറഞ്ഞോളൂ. വാദഗതികൾ. അതിന്റെ ഉത്തരം അതല്ലല്ലോ മാതാജി ഇപ്പൊ പറഞ്ഞ അല്ലല്ലോ. ഋത്വിക്കുകളുടെ അഥവാ ഔദ്യോഗിക പൂജാരികളുടെ ആത്മീയ ഗുരുവിന്റെ വിയോഗത്തിനു ശേഷവും ദീക്ഷാ ഗുരുവായി വർത്തിക്കുന്ന ഒരു തെറ്റായ സിദ്ധാന്തമാണ് ഋത്വിക് സിദ്ധാന്തം. അതാണ് അതിന്റെ 16-ാമത്തെ പേജിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരാൾ അയാളുടെ പരം ഗുരുവിൽ നിന്ന് ദീക്ഷയെടുത്ത ഒരു ഉദാഹരണം പോലും യഥാർത്ഥ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഇല്ല. അതാണ് ആദ്യത്തേത്. ആ പേജ് തന്നെ അതന്നെ നിങ്ങൾ വായിക്കുന്നത് തന്നെയാണ് ആൻസേഴ്സ്. നാലെണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ അടിയിൽ 4 കൊടുത്തിട്ടുണ്ടല്ലേ? അതെ, പരം ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കാമെന്ന് സൂചിപ്പിക്കുന്ന ശാസ്ത്രീയമായ ഒരു തെളിവുകളും ഇല്ല. പിന്നെ പരം ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മുടെ ജീവിച്ചിരിപ്പില്ലാത്ത നമ്മുടെ ഗുരുവിന്റെ മുകളിലുള്ള ഗുരു. അപ്പം ജീവിച്ചിരിക്കുന്ന ഗുരു മുകളിലുള്ള ഗുരു അവരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ. പറ്റുമോ? പറ്റത്തില്ല. ഇതാണ് ആൻസർ. കറക്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ. അപ്പൊ ഇവിടെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഒരെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഷോർട്ട് ഫോം. അതായത് ഇംഗ്ലീഷിലല്ലേ ഷെയർ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് കിട്ടിയോ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, മൂന്നാമത്തെ എക്സ്പ്ലെയിൻ ഗുരുപാദാശ്രയ ഇൻ ഇസ്കോൺ. ഗുരുപാദാശ്രയം പാഠം 3-5 ഇതില്ലേ പേജ് നമ്പർ 30. പേജ് നമ്പർ 30 പൊക്കോളൂ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് 30 പേജ് നമ്പർ 30 ആൻസർ ഒന്ന് വായിച്ചോളൂ. ദീക്ഷ, ശിക്ഷ, ഗുരുപാദാശ്രയവും പ്രഭുപാദാശ്രയവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതില് 31 ഒരു ഡയഗ്രാം ഒക്കെ കാണുന്നുണ്ടോ? ഉണ്ട് മാതാജി, ഉണ്ട്. ഹരേ കൃഷ്ണ. അത് കണ്ടാൽ തന്നെ നമുക്ക് പകുതി ആൻസർ കിട്ടും. ആ ഡയഗ്രാം ആണ് ഓർക്കേണ്ടത്. 30-ലാണ് മാതാജി, അത് 31-ലല്ല. ഓക്കെ ഓരോ ബുക്കിൽ ചിലപ്പോ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് വന്നില്ല, സെലക്ട് ചെയ്താട്ടെ. അത് തന്നെ. ഓക്കെ, ആ സ്ക്രീനിൽ കിട്ടുന്നുണ്ടോ? ഇത്രയും മിനിമം ഇത്രയും ഡയഗ്രാം വരച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാവും. ഈ ട്രയാങ്കിൾ വരച്ചിട്ട് 3 കോണില് പരം ഗുരു, പരം ശിക്ഷാ ഗുരു ശ്രീല പ്രഭുപാദ്, മറ്റേ കോണില് ശിക്ഷാ ഗുരു, ഇനിയൊരു കോണില് ദീക്ഷാ ഗുരു, നടുക്ക് നമ്മള് എന്ന് പറഞ്ഞ ഈ ഡയഗ്രാം വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്ന് എക്സാമിനറിന് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നിങ്ങൾ ഇപ്പൊ സപ്പോസ് ഈ ക്വസ്റ്റ്യന് റൈറ്റ് ആൻ എസ്സേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫുൾ 2 പേജിന്റെ കാര്യങ്ങൾ എഴുതണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എഴുതണം. 2 മാർക്കിന്റെ ആണെങ്കിൽ അതനുസരിച്ച് ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, വായിച്ചോളൂ. മാതാജി, അതിന് ആൻസർ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ മാത്രം മതി. അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. അതെ അല്ല, ഇതാണെങ്കിൽ നോക്കി എഴുതാമെന്നല്ലേ പറഞ്ഞത്? നോക്കി എഴുതാന്നുള്ളതേ ഉള്ളൂ. ഓപ്പൺ ബുക്ക് അസസ്മെന്റിൽ നോക്കി എഴുതാം. ഇതൊന്നും കാണാതെ എഴുതേണ്ടതല്ല. എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് നെഞ്ചി ഇരിക്കണം ഓരോരുത്തര്. എന്തെന്ന് വെച്ചാൽ ഏകദേശം വളരെ സിമിലാരിറ്റി ഉള്ളത്, അതുകൊണ്ട് കൺഫ്യൂഷൻ വരും. അതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. Explain how Srila Prabhupada functions as the preeminent Shiksha Guru and founder Acharya of ISKCON. ഇത് മലയാളത്തിൽ വായിച്ച് പ്രീഎമിനന്റ് ശിക്ഷാ ഗുരു അതിന്റെ ഒക്കെ മലയാളം വായിച്ചൊന്ന്. സർവപ്രധാന ശിക്ഷാ ഗുരു എന്ന നിലയിലും ഇസ്കോണിന്റെ സ്ഥാപകാചാര്യൻ എന്ന നിലയിലും ശ്രീല പ്രഭുപാദ് വർത്തിക്കുന്നത് എങ്ങനെ?
ഓക്കെ. കൃഷ്ണ പേജ് നമ്പർ പറയും. നിങ്ങക്ക് നോക്കി പറയാൻ പറ്റുമോ? ഇല്ല, നമുക്കറിയില്ല. പേജ് 20 തോന്നുന്നു. 20. കിട്ടിയാ? പേജ് 20. കിട്ടി മാതാജി. മാതാജി വായിക്കുമോന്ന്? 20 കിട്ടിയ ആള് വായിച്ചാട്ടെ. ലെസൺ 3 എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവിടെ ആൻസേഴ്സ് കിട്ടും. ശ്രീല പ്രഹ്ലാദ റെസ്പോൺസ് സഭാകാചാര്യൻ. പാഠ്യവിഷയം സഭാകാചാര്യന്റെ ധർമ്മങ്ങള്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിയോഗിക്കപ്പെട്ട പ്രതിനിധിയായ ശ്രീ പ്രഭുപാദർ ഇസ്കോൺ ഭാവി. സഭാകാചാര്യന്റെ ധർമ്മങ്ങള് അതാണോ മാതാജി? ഈ 2 പേജ് 20ഉം 21ലും ഇതിന്റെ ആൻസർ കിട്ടും. മാതാജി ഹരേ കൃഷ്ണ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ മാതാജി? ശ്രദ്ധിച്ചത്. ശ്രീല പ്രഭുപാദന് പരമ ശിക്ഷാ ഗുരുന്ന് എന്തിനാണ് പറയണേ? ഹരേ അവരെ കൃഷ്ണ. ഫൗണ്ടർ ആചാര്യൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ഫൗണ്ടറിന് എന്താ പറയണ മലയാളത്തില്? സ്ഥാപകൻ. സ്ഥാപക ആചാര്യൻ എന്തിനാണ് വിളിക്കണേ? പരം ശിക്ഷാ ഗുരു എന്ന് എന്തിനാ വിളിക്കണേ? ഈ രണ്ടിന്റെയും ആൻസർ ആണ് 20, 21 ഉള്ളത്. നിങ്ങക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ശ്രീല പ്രഭുപാദിന്റെ കുറെ പോയിന്റ്സ് ഉണ്ട്. ഇതെല്ലാം എഴുതി വെച്ചാലും മതി. സ്ക്രീൻഷോട്ട് എടുക്കുവോ? മാതാജി, 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രീല പ്രഭുപാദരെ എന്തിനാണ് സ്ഥാപക ആചാര്യൻ എന്ന് വിളിക്കുന്നത്? വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞല്ലോ, അതെന്താ? 2 പറഞ്ഞല്ലോ. ഒന്നേത്? സ്ഥാപക ആചാര്യനും പരം ശിക്ഷാ ഗുരുവും എന്തിനാണ് വിളിക്കണേ? എക്സ്പ്ലെയിൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതൊരു 5 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. കിട്ടിയാ? അതിന്റെ ഉത്തരം കിട്ടിയില്ലല്ലോ മാതാജി. 20ലോ? വായിക്കൂ. സ്ക്രീനിൽ കാണിക്കുന്നത് വായിച്ചാലും ആൻസർ കിട്ടും. 21 നോക്കൂ മാതാജി. ശ്രീ ചൈതന്യ പ്രഭുവിന് നിയോഗിക്കപ്പെട്ട പ്രതിനിധിയായ ശ്രീല പ്രഭുപാദർ. ആധുനിക യുഗത്തിലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് നിയോഗിക്കപ്പെട്ട പ്രതിനിധിയായി നമ്മൾ ശ്രീല പ്രഭുപാദരെ സ്വീകരിച്ചതിന്റെ കാരണങ്ങൾ താഴെ എഴുതുക. ഓരോ സേനാപതി ഭക്ത ദേവേ നാമ സങ്കീർത്തന തീക്ഷണ ഖബക ലയ അന്തര അസുര ജീവേര പിരിവേത്തി. ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തി. അതിന്റെ ഉത്തരവില്ലല്ലോ. കിട്ടിയോ? ആചാര്യന്റെ കൃഷ്ണ മാതാജി, നമ്മുടെ പ്രഭു പഠിപ്പിച്ചപ്പോ ആൻസർ തന്നത് പരമ്പരയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ആക്കിയത് പ്രഭുപാദറാണ്. സങ്കീർത്തനത്തിലൂടെ ഉന്നത ഭക്തിയിലേക്ക് അത് മനസ്സിലാക്കി പ്രഭുപാദർ ഭക്തിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി ഒരു ഭക്തനെ എങ്ങനെ ശരിയാക്കി എടുക്കാൻ സാധിക്കും എന്ന് ചിന്തിപ്പിച്ചു. അതിനാൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നത്. നമ്മുടെ ആചാര്യന് ശരിയായി ആൻസർ എഴുതാം. മാതാജി, ഇതിലിപ്പോ ഇംഗ്ലീഷിൽ പറയുന്ന അതിന്റെ ഒന്ന് ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാമോ മാതാജി? ഇംഗ്ലീഷിൽ ഇപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് ഇതിന്റെ ആൻസർ. ഫങ്ഷൻ ഓഫ് എ ഫൗണ്ടർ ആചാര്യ. ഫൗണ്ടർ ആചാര്യ എന്ന് പറഞ്ഞാൽ ടു ഫൗണ്ട്, ടു ഗിവ് ബേസിസ് ഓർ ഫേം സപ്പോർട്ട് ടു ഗ്രൗണ്ട് ഇൻ, ടു സെറ്റ് അപ്പ് ഓർ എസ്റ്റാബ്ലിഷ് ഫോർ ദ ഫസ്റ്റ് ടൈം an institution with provision for its perpetual existence. ഇതൊക്കെയാണ് ഫൗണ്ടറിന്റെ അർത്ഥം. അപ്പൊ ഇതൊക്കെ പ്രഭുപാദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫൗണ്ടർ ആചാര്യ എന്ന് വിളിക്കാം. അങ്ങനെയാണ് ആൻസർ ഇവിടെ. പേജ് 20 ഇതിന്റെ മലയാളി കേച്ച് പറയാമോ? പേജ് 20 നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് ശരിക്കും അതിന്റെ ആൻസർ കൊടുത്തിട്ടില്ല മാതാജി. അതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടില്ല. അതെ, കുറച്ച് ചിന്തിച്ച് ആൻസർ ഉണ്ടാക്കണം നമ്മള്. അത് മറ്റേ അജയ് പ്രഭു ഫൗണ്ടറിന്റെ ഇവിടെ കൊടുത്തിരിക്കണ ഫൗണ്ടറിന്റെ മീനിങ് എന്താണെന്ന് ഡിക്ഷണറി മീനിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്രഭുപാദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫൗണ്ടർ ആചാര്യ അങ്ങനെയാണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത്.
അജയകുന്ദ പ്രഭുയുടെ ആൻസറും ഇടാം. അത് ഇട്ടാൽ കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾക്ക്. കാരണം അവരാണ് ആൻസർ ടിക്ക് ഇടാൻ പോണേ. അപ്പൊ ആ ആൻസർ ഇട്ടാൽ കുറച്ചും കൂടി കറക്റ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ. കൺഫ്യൂസ്ഡ് ആയോ? ലാസ്റ്റില് കൊടുത്തേക്കുന്നില്ല ശ്രീല പ്രഭുപാദർ ഓരോ ഇസ്കോൺ ഭക്തനുമായി ഒരു സർവപ്രധാന ബന്ധമുണ്ട്. അതായിരിക്കും ആൻസർ അല്ലേ? അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപകാചാര്യൻ, സർവപ്രധാന ശിക്ഷ ഗുരു, നമ്മുടെ ഈ സമിതിയിലെ പരമാധികാരി എന്ന നിലകളിൽ ശ്രീല പ്രഭുപാദർക്ക് ഓരോ ഇസ്കോൺ ഭക്തനുമായും ഒരു സർവപ്രധാന ബന്ധമുണ്ട്. അതായിരിക്കും അല്ലേ? കറക്റ്റ് കറക്റ്റ്. അത് GBC ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രഭുപാദ് ഫൗണ്ടർ ആചാര്യാണ്. അങ്ങനെയും പറയാം. പ്രഭു അത് ഏത് പേജിലാ പ്രഭു ഇപ്പൊ വായിച്ചത്? 20. മൂന്നിലോ? 20ാമത്തെ പേജ് മാതാജി, പാഠം 3. ലെസൺ 3 കറക്റ്റ്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ ആൻസേഴ്സ്? മാതാജി ഒന്ന് പറഞ്ഞു തന്നേരെ. 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Why is it important that Srila Prabhupada remains a preeminent Shiksha Guru of ISKCON for future generations? ഫ്യൂച്ചർ ജനറേഷനും എന്തിനാണ് പ്രഭുപാദ് തന്നെ ആൻസർ? അതിന്റെ ആൻസർ ആണ് പേജ് 21 ലാസ്റ്റിൽ എഴുതിയത്. അതില് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടി ഇസ്കോൺ ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് പേജ് 21 നടുക്ക് ഭാവിയിൽ ഇസ്കോൺ എന്താണ്. അപ്പൊ അതിലും ശ്രീല പ്രഭുപാദ് തന്നെയാണ് ശിക്ഷാ ഗുരുവായിട്ട് വരുന്നേ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പിന്നെ ലെറ്റർ ടു ഭഗവാൻ ലോസ് ആഞ്ചലസ്, അതിലും അതിന്റെ ആൻസർ ഒക്കെ ഉണ്ട്. ഇത് രണ്ടും നോക്കി എഴുതുക. ഇസ്കോൺ ഭാവിയിൽ, അതാണോ മാതാജി? അതെ അതെ അതെ. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളപ്പോ നമുക്ക് പരം ശിക്ഷാ ഗുരു പ്രഭുപാദാണ്. അതേപോലെ ഭാവിയിലും ശ്രീല പ്രഭുപാദ തന്നെയാണ് പരം ശിക്ഷാ ഗുരു. ബിക്കോസ് ഈ ബുക്സ് പ്രഭുപാദിന്റെ ബുക്സ് ബേസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോണേ. കിട്ടിയോ? സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ഡിസൈപ്പിൾസ് ഒക്കെ അവരുടെ സ്വന്തം ബുക്ക് ഇറക്കിയാലും പ്രഭുപാദ് ബുക്സ് ആയിരിക്കും മെയിൻ പഠിച്ച് നമ്മൾ ഡിവോട്ടീസ് ആവുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് പ്രീഎമിനന്റ് ശിക്ഷാ ഗുരു ഈവൻ ഇൻ ദ ഫ്യൂച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് വിത്ത് റെഫറൻസ് ടു കറന്റ് ISKCON law appropriate methods of worship for Srila Prabhupada and ISKCON current and future gurus. Method of worship. ഗുരു പൂജ എന്ന് പറഞ്ഞ് പേജ് നമ്പർ 42 ആൻസർ ഉള്ളത്. കിട്ടിയാ? എടുക്കുന്നതേ ഉള്ളൂ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഏതാ ആൻസർ? ആൻസർ ആണ് പേജ് നമ്പർ 43. ISKCON നിയമം അനുസരിച്ച് ശ്രീല പ്രഭുപാദന്റെയും ISKCON പ്രസന്റ് ഗുരുസും ഫ്യൂച്ചർ ഗുരുസിന്റെയും പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ പേജ് 42. ഔദ്യോഗികമായ ISKCON ഗുരു ആരാധന, അതല്ലേ മാതാജി? പ്രണാന മന്ത്രങ്ങൾ. 8ാമത്തെ ലെസൺ, ഫോർമൽ വർഷിപ്പ് ഓഫ് ISKCON ഗുരുസ്, പേജ് 43 ഉണ്ട്.
പ്രണാം മന്ത്ര, ഓഫറിംഗ് ആരതി, ഗുരു പൂജ, റെസ്ട്രിക്റ്റഡ് ടൈറ്റിൽസ് കാണുന്നുണ്ടോ? ഉണ്ട് മാതാജി, കാണുന്നുണ്ട്. ഓക്കെ. 43 43. അതിലാണ് മെയിൻ ആയിട്ട് കുറേ കൂടെ കുറച്ച് 42-ലും ഉണ്ട്. ഇതൊക്കെ വായിച്ചാൽ തന്നെ നമ്മൾ എന്തിനാണ് ഗുരുവിനെ പൂജിക്കണേ, ഭഗവാനെ പോലെ എന്തിനാ ഗുരുവിനെ പൂജിക്കണേ, അതിന്റെ ആൻസർ ഒക്കെ ഇതിൽ കിട്ടും. ഗുരുവിന്റെ ചിത്രത്തെ ആദരിക്കുക, അതൊക്കെ അല്ലേ? ആത്മീയ ഗുരുവിന്റെ ആവിർഭാവ ദിനം വ്യാസപൂജയായി ആരാധിക്കപ്പെടുന്നു, അതൊക്കെ തന്നെയല്ലേ അല്ലേ? അതെ അതെ അതെ, കിട്ടിയല്ലോ. ഇത് ഈ 2 പേജ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടും. ഇങ്ങനെ പറ്റുള്ളൂ, എല്ലാം ഡീറ്റെയിലിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ഇപ്പോ. മനസ്സിലായി. 7ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീയുടെ പ്രഭാതര നിർദ്ദേശങ്ങളെ Describe the appropriate attitude for an ISKCON guru in regard to the teachings of Srila Prabhupada and the authority structure within ISKCON. ആരെങ്കിലും ആൻസർ കണ്ടുപിടിച്ചാ? 25, പേജ് 25-ലുണ്ട്. പറഞ്ഞേ 7ാമത്തെ ക്വസ്റ്റ്യൻസ്. ശ്രീല പ്രഭാതരുടെ നിർദ്ദേശങ്ങളെയും ഇസ്കോണിലുള്ള ആധികാരിക ഘടനയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഗുരുവിന്റെ ശരിയായ മനോഭാവത്തെ കുറിച്ച് വിശദീകരിക്കുക. അത് പേജ് 25, അതിലാണ് ആൻസർ ഉള്ളത്. അതിന് സ്ലൈഡ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. അതിന് സ്ലൈഡ് വല്ലതും ഉണ്ടോ? ഇല്ല, വർഷിപ്പിനെ കുറിച്ച് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയില്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ. Why should one accept Diksha and Shiksha gurus only within ISKCON and not from outside ISKCON? എന്തുകൊണ്ട് ഒരാൾ അതും ഇതേ പേജാണ്. ഗുരുസ് ഔട്ട്സൈഡ് ഓഫ് ISKCON എന്ന് പറഞ്ഞ് 25ാമത്തെ പേജിലുണ്ടല്ലോ, പകുതി വെച്ച്. നമ്മൾ എന്തിനാണ് വേറെ ഗുരുക്കൾ, ISKCONിൽ പുറത്തുള്ള ഗുരുക്കളിനെ ശിക്ഷാ ഗുരുവായിട്ടോ ദീക്ഷാ ഗുരുവായിട്ടോ എന്തിനാണ് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് അതിന്റെ ആൻസർ എഴുതിയിരിക്കുന്നത്. ദയവായി അവരെ ഒഴിവാക്കുക, അതല്ലേ? ദയവായി അവരെ ഒഴിവാക്കുക, അതാണ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. മലയാളത്തിൽ ആരെങ്കിലും വായിക്കോ? മറ്റ് ഗൗഡീയ പരമ്പരയിലെയും സംഘടനയിലെയും ഗുരുക്കന്മാരോടുള്ള ഇസ്കോൺ ശിഷ്യന്റെ ശരിയായ മനോഭാവത്തെ കുറിച്ച് വിവരിക്കുക. പേജ് 27. A disciple should always remain a fool before a spiritual master. പിന്നെ ഇപ്പുറത്തുണ്ട്, disciple must carry out the spiritual master's instruction without deviation. 26, 27-ലാണ് 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെയാ? 26, 27. The disabled master carry out of the spiritual master instruction എന്നുള്ളത് അതാണ്. Without deviation. Without deviation. അതൊരു പോയിന്റും. പിന്നെ ഇപ്പുറത്തുള്ളത്, ഡിസൈപ്പിൾ ഷുഡ് ഓൾവേസ് റിമെയിൻ എ ഫൂൾ ബിഫോർ സ്പിരിച്വൽ മാസ്റ്റർ. ഒബേ ശ്രീല പ്രഭുപാദ്, the thoughtful man must act in all these things. ഇത് വായിച്ചിട്ട് ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ എഴുതുക. ഒമ്പത് കഴിഞ്ഞില്ല, 10-ലോട്ട് പോട്ടെ. Explain the importance of initiation vows with reference to comments from Srila Prabhupada. Initiation vows 38 പേജ്.
ഇനിഷ്യേഷൻ വൗസിനെ കുറിച്ച് ദയ, തപസ്യ, ശൗചം, സത്യം, ആ 4 വൗസും പിന്നെ 16 മാല ജപിക്കുന്നതും, അതാണ് വൗസ്. എന്തൊക്കെ പ്രതിജ്ഞയാണ് എടുക്കണേ, അതിന്റെ വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അത് അത് ആ പ്രതിജ്ഞ എടുക്കുമ്പോ നമുക്ക് എന്താ കിട്ടണേ? അതാണ് നോ മീറ്റ് ഈറ്റിംഗ്, നോ. കറക്റ്റ് അത് തന്നെയാണ്. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. അങ്ങനെ അത് വേണോ? ദ സെർവന്റ് ഓഫ് ഡിസേബിൾസ് ഓർ ദ സ്പിരിച്വൽ മാസ്റ്റർ ഷുഡ് ബി ഫ്രീ ഫ്രം, അത് വേണോ? അത് വേണ്ടല്ലേ? ക്വാളിറ്റീസ് അല്ല, ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞാൽ മതി. ആ ഇനിസിയേഷൻ വൗസിന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ നോ മീറ്റ് ഈറ്റിംഗ് എന്നല്ലേ പറയണേ. വൗ എന്ന് പറയുന്നത് നമ്മൾ ഇനിമേല് ഇറച്ചി, മുട്ട, മീന് കഴിക്കൂല. അത് എന്തിനാണ് എന്ന് പറയുന്നതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ദയ വളർത്താൻ വേണ്ടിയിട്ട്. ആ കറക്റ്റ് ആൻസർ ആണ്, ദയ വളർത്താൻ വേണ്ടിയിട്ട് എന്ന് പറയണം. ഇമ്പോർട്ടൻസ് എന്തിനാണ് മദ്യപിക്കാൻ പാടില്ല എന്ന് പറയണേ? തപസ്യ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇമ്പോർട്ടൻസ്. എന്തിനാണ് അവഹിത ബന്ധങ്ങൾ പാടില്ല എന്ന് പറയുന്നത്? ശൗചം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ചൂതുകളി പാടില്ല? സത്യസന്ധത ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ? ഈ കൃഷ്ണാവബോധത്തിൽ വളരെ വേഗത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ നിങ്ങളെ സ്വാധീനിക്കുന്ന തപശ്ചര്യ, അതല്ലേ ആൻസർ? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണോ വായിക്കണേ? 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അത് തന്നെയല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് വൗ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താ മലയാളത്തിൽ എന്താ? ശ്രീല പ്രഭാതരുടെ വ്യാഖ്യാനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ദീക്ഷ പ്രതിജ്ഞകളുടെ പ്രാധാന്യം വ്യക്തമാക്കുക. കറക്റ്റ്. അപ്പൊ ഈ പേജിലും 38, 39 ഇതിന്റെ ആൻസർ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് സം ക്വാളിഫിക്കേഷൻസ് ഓഫ് ഗുരു that you consider important with reference to Shastra and the mandatory qualifications of Diksha Guru in ISKCON. അപ്പൻഡിക്സ് 3 അവിടെ തന്നെ എഴുതിയിരിക്കണം. അപ്പൊ അതിലോട്ട് പോയാൽ മതി. പേജ് നമ്പർ 33, ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ബോണഫൈഡ് ഗുരു. ഈ 2 ശ്ലോകം നിങ്ങൾ എഴുതണം. വാച്ചോ വേഗം, പിന്നെ തദ്വിദ്യ പ്രണിപാതേന. ഇത് 2 എഴുതിയാലേ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആൻസേഴ്സ് കിട്ടും. പേജ് എത്ര മാതാജി? പേജ് 33. 32 ആൻസർ കിടക്കുന്ന വാചോ വേഗ മനസ്സാ ക്രോധം എന്നുള്ളത്. 32. ഓക്കെ, മലയാളത്തിൽ അങ്ങനെയായിരിക്കും. ഇതിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തോളൂ. ഈ 2 ശ്ലോകം എന്തായാലും ഈ 2 ശ്ലോകം എഴുതി വെക്കണം ഈ ആൻസറിന്. ഇത് ഒന്ന് ഏത് മാതാജി? ഒന്ന് ക്വാളിഫിക്കേഷൻ ഓഫ് ഗുരു, രണ്ടാമത്തെ ഏത്? സെലക്ടിങ് ഗുരുവോ? ഹരേ കൃഷ്ണ മാതാജി. രണ്ടാമത്തെ സെലക്ട്, 2 ആൻസർ പറഞ്ഞില്ലേ? ഒന്ന് ഏത്? ഹരേ കൃഷ്ണ. അല്ല, ഇത്രയേ ഉള്ളൂ. സെലക്ടിങ് ഗുരു അതിന്റെ ശാസ്ത്ര ഇതാണ് ചോദിക്കണം. അപ്പൊ ഈ 2 ശ്ലോകമാണ് എഴുതേണ്ടത് നിങ്ങൾ അവിടെ. ഓ, 2 ശ്ലോകം. മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻസ് ഓഫ് ദീക്ഷ ഗുരു ഇൻ ISKCON. ഈ 2 ശ്ലോകം എഴുതിയിട്ട് ഈ ശ്ലോകത്തിന്റെ എക്സ്പാൻഷൻ, വാച്ചോ വേഗം, സംസാരിക്കുന്നതും മനസ്സ് നിയന്ത്രിക്കുന്നതും, ആങ്കർ ക്രോധം നിയന്ത്രിക്കുന്നതും, ഇതൊക്കെ നമ്മൾ ലിസ്റ്റ് ആയിട്ട് ഓരോന്ന് എഴുതുമ്പോ തന്നെ അത് എല്ലാ ക്വാളിഫിക്കേഷൻസും വരും. വാചോവേഗം മനസ്സാ ക്രോധ, ആ ശ്ലോകം കഴിഞ്ഞ് പിന്നെ ഏത് ശ്ലോകം മാതാജി? 2 ശ്ലോകം പറഞ്ഞല്ലോ. അടിയിൽ തദ്വിജ്ഞാൻ ഗുരുമേവ വിഗച്ഛേത് പാനി സ്ത്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പൊ അതിൽ ആ വേർഡ്സ് ആണ് ഇമ്പോർട്ടന്റ്. ബ്രഹ്മനിഷ്ഠം, ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അവര് പരമ്പരയിൽ കേട്ടിരിക്കണം. കേട്ടത് അവര് അനുസരിച്ച് ജീവിതത്തിൽ പാലിക്കണം. പിന്നെ ഇതിൽ ലിസ്റ്റ് ചെയ്യാത്ത ഒരു സെന്റൻസ് ആണ്
ഇതില് സ്ലൈഡിൽ എഴുതിയിരിക്കണ അവര് ഫിലോസഫി ചവച്ചരച്ച് മനസ്സിലാക്കിയിട്ട് ഇനിയൊരാളെ ബോധ്യപ്പെടുത്താൻ പറ്റണം, കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ അവർക്ക് മനസ്സിലായി, പക്ഷെ ഇനിയൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാളെ ഡിവോട്ടി ആക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആൾ ഗുരു ആവാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇനിയൊരാളെയും പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ബോധവൽക്കരണം കൊടുക്കാൻ പറ്റണം. അതാണ് ഗുരു. അവര് തന്നെ മനസ്സിലായിരിക്കണം. അത് മനസ്സിലാക്കിയിട്ട് ഇനിയൊരാളെ മനസ്സിലാക്കിപ്പിച്ച് അവരെ ഡിവോട്ടി ആക്കാൻ പറ്റണം. ആ കഴിവുണ്ടെങ്കിൽ ഗുരുവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹരേ കൃഷ്ണ മാതാജി, മുണ്ടക്കയം അതെന്താ കിടക്കുന്നേ? അത് ഉപനിഷത്താണോ? അതെ മാതാജി, മുണ്ടക്കയ ഉപനിഷത്ത് 1 to 12 നിന്നാണ് ഈ ശ്ലോകം എടുത്തിരിക്കുന്നത്. മുണ്ടക ഉപനിഷത്ത് അല്ലേ? മുണ്ടകയ ഉപനിഷത്ത്. മുണ്ടക്കയ അതൊരു ഡൗട്ട് വന്നു, സോറി. ഇത് എന്റെ മലയാളം ഇങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ബുക്കിൽ നോക്കി എഴുതിയാൽ മതി. അന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയമായിരിക്കും മുണ്ടക്കായ എന്നൊക്കെ എഴുതി വെച്ചിരിക്കും. എനിവേ ഈ 2 വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ശ്രോത്രിയം, ബ്രഹ്മനിഷ്ഠം. ഇതൊക്കെ എടുത്തു പറയണം ഈ വേർഡ്സ്. 14 മാതാജി ക്വസ്റ്റ്യൻ. കാണാതെ പഠിക്കണ്ടേ മാതാജി? കാണാതെ പഠിക്കണ്ടേ? ഇത് കാണാതെ പഠിച്ച് എഴുതാനും പഠിക്കണം. അത് എഴുതിയിട്ട് എവിടുന്നാണ് ഈശോപനിഷത്ത് അല്ല, ഇതെന്താണ്? മുണ്ടകോപനിഷത്തിലെ മുണ്ടോപനിഷത്ത് 1 to 12 അങ്ങനെ നമ്പറൊക്കെ എഴുതണം നമ്മള്. ഈ ലോ പരീക്ഷയ്ക്ക് എഴുതൂലേ, സോ കേസിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ നമ്മള് ഇതേപോലെ എഴുതി വെക്കണം. പക്ഷെ പാടാ മാതാജി പഠിക്കാൻ. പാടൊന്നുമില്ല മാതാജി, വളരെ ഈസിയാണ്. ഇത് എത്ര മണിക്കൂറാ മാതാജി ഈ പരീക്ഷ? എത്ര മണിക്കൂറായിരിക്കും? എത്ര മണിക്കൂറായോ? കുറച്ച് സമയം ഇതിനൊക്കെ ചെലവാക്കണം, വേണ്ടേ? ഇതൊക്കെ പഠിക്കണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും അതിനുള്ള സമയം കിട്ടുമല്ലോ. നിങ്ങളെ ഇപ്പൊ നമുക്ക് ഇസ്കോണിലായതുകൊണ്ട് നിങ്ങൾ ഫുൾ മുണ്ടക്ക ഉപനിഷത്ത് വായിച്ചിട്ട് ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അതിന്റെ മെയിൻ പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി, അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാത്തിന്റെയും സാരം നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഓൾറെഡി ഗുരു പരമ്പരയിൽ എല്ലാരും എല്ലാ സാധനവും വായിച്ചിട്ട് നമുക്ക് അതിന്റെ മെയിൻ പോയിന്റ്സ് ആയിട്ട് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ബെനിഫിറ്റ് ആണത്. അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ എല്ലാം വായിച്ചു തീർക്കാനൊന്നും പറ്റൂല. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് അപ്രോപ്രിയേറ്റ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ആൻഡ് റീസൺസ് ഫോർ സെലക്ടിംഗ് ഗുരു. Give appropriate reference to Shastra and current ISKCON law in your reply. ISKCON law. Page 35. ഉണ്ടെന്ന് തോന്നുന്നു. ഇത് സ്റ്റെപ്സ് ഫോർ സെലക്ടിങ് ഗുരു, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഗുരുവിനെ സെലക്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് 34 അംഗീകൃത ഗുരുവിന്റെ യോഗ്യതകൾ, അതാണോ മാതാജി? 34-35 പേജിലാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. 12ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത്. ഇതിനകത്തിലും ഒരു ശ്ലോകം പോലെ ഉണ്ടല്ലോ മാതാജി. ഏതാ? ഇതിലും 3 ശ്ലോകമൊക്കെ ഉണ്ട്. എന്തോ ഇതില് ഫുൾ എഴുതിയില്ലെങ്കിലും ഇപ്പൊ കിബ വിപ്ര കിബ ന്യാസി ശൂദ്രകേന നയ ഏ കൃഷ്ണ തത്വവേത്തി സേ ഗുരുഹയ ഇതൊക്കെ പറയണം. പക്ഷെ ആചാര പ്രചാര നാമേര കഹ കരഹ യാരെ ദേഖോ താരെ കഹ കൃഷ്ണ ഉപദേശ. സെക്കൻഡ് സെന്റൻസ് എങ്കിലും എഴുതണം. ആചാര പ്രചാര അതന്നെ. You simultaneously perform both duties in relation to the holy name by personal behavior and by your preaching.
Therefore, you are the spiritual master of the entire world, for you are the most advanced devotee in the world. ഇതൊക്കെ ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്. ഇതൊക്കെ ബംഗാളിയാണ്. അതിന്റെ ആ ശ്ലോകം എഴുതണമെന്നുണ്ടോ മാതാജി? അതോ അതിന്റെ മീനിങ് അതിന്റെ അല്ലാതെ എഴുതിയാൽ പകുതിയെങ്കിലും എഴുതണം. അതിന്റെ പകുതിയെങ്കിലും എഴുതണം. ഈ കിബ വിപ്ര ഈസി അല്ലേ? കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ കിബ വിപ്ര കിബാന്യ. കിബ വിപ്ര കിബ ന്യാസി ശൂദ്ര പേരെ നയ കൃഷ്ണ തത്വ സേയ ഗുരു ഭയ. ഇതില് മൂന്നാമത്തേല് യാരെ ദേക്ക താരെ കഹ കൃഷ്ണ ഉപദേശ, അത്രയെങ്കിലും എഴുതാൻ പറ്റൂലേ നിങ്ങക്ക്? ആ, അത്രയെങ്കിലും എഴുത്. നമ്മൾ കുറച്ചെങ്കിലും കുറച്ച് അറിവുണ്ട് എന്ന് കാണിക്കണം. മറ്റേ പരീക്ഷ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഈ സാധനമൊക്കെ വായിച്ചിട്ടുണ്ട് എന്നൊന്ന് അറിയിക്കണം. അത്രേ ആവശ്യമുള്ളൂ. മാതാജി ഇത് ബംഗാളി അല്ലേ? ആ, ലാംഗ്വേജ്. അതെ മാതാജി. ചൈതന്യ ചരിതാമൃതയിൽ നിന്ന് എടുത്തതാണ് അത്. ആ ചൈതന്യ ചരിതാമൃത കൃഷ്ണരാജ കവിരാജ് ഗോസ്വാമി എഴുതിയതാണ്. അവര് മൊത്തം ബംഗാളിയിലാണ് എഴുതിയിരിക്കുന്നത്. കൃഷ്ണ ഉപദേശം ആരെ കണ്ടാലും കൃഷ്ണന്റെ ഉപദേശം പറഞ്ഞു കൊടുക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ 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 അതെ, കറക്റ്റ്. ബംഗാളി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, മലയാളം പോലെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഇതിപ്പോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എത്രാമത്തെ മാതാജി? ഇപ്പൊ ഈ ബംഗാളി ഭാഷ പറഞ്ഞ ക്വസ്റ്റ്യൻ എത്രാമത്തെ? 12. മാതാജി ഇത് ഓപ്പൺ ബുക്ക് അസസ്മെന്റ് അല്ലേ ഈ പറയുന്ന? ആ, നോക്കി എഴുതിയാലും മതി. ഓപ്പൺ ബുക്കിൽ നോക്കി എഴുതുക, ക്ലോസ്ഡ് ബുക്കില് നോക്കാതെ എഴുതണം. ഒരു പ്രാവശ്യം നമ്മൾ നോക്കി എഴുതുമ്പോ തന്നെ കുറെയൊക്കെ ബൈഹാർട്ടാവും. മാതാജി ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കുമോ? മാതാജി ചെറിയ തുണ്ട് പേപ്പറിൽ ഇത് എഴുതി വെക്കണമെങ്കിലേ പറ്റൂ. അത് കോപ്പി അടിക്കണം, കോപ്പി. പേപ്പറിൽ എഴുതല്ലേ മാതാജി, മനസ്സിൽ തുണ്ട് പേപ്പറിൽ 10 പ്രാവശ്യം എഴുതി വെച്ചേക്കാം. എനിക്ക് ഒന്നും അറിഞ്ഞില്ല. കോപ്പി അടിച്ചാൽ പോലും തെറ്റും. ഹരേ കൃഷ്ണ. എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസം. യാരെ ദേക്ക താരെ കഹ കൃഷ്ണ ഉപദേശ, അത്രയെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഒരു 5 മാർക്ക് കിട്ടും. നോട്ടിട്ട് വെക്കാം മാതാജി. 2-3 ദിവസം അറിയാന്നുള്ള എഴുതിയിട്ട് കുറച്ച് നോട്ട്സാ? ഡോട്ട് ഇങ്ങനെ ഞാൻ സ്ലൈഡ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് കോപ്പി അടിച്ചോ. സ്ലൈഡ് ഇല്ലേ, സ്ലൈഡിന്റെ ഒക്കെ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇതിൽ ഞാൻ ആഡ് ചെയ്യാത്തത് യാരെ ദേക്ക താരെ കഹ കൃഷ്ണ ഉപദേശം, അതും കൂടി ആഡ് ചെയ്തോളൂ. എന്റെ മാതാജി പഠിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. പറഞ്ഞത് മാതാജി ഒന്നും കൂടെ പറഞ്ഞ താരെ പേജ് 35 എടുത്താ മതി മാതാജി. മൂന്നാമത്തെ ശ്ലോകമാണത്. ഹരേ കൃഷ്ണ മാതാജി. ഗുരു താരായേ ദേക്ക യാരേ ദേക്ക താരേ കഹ കൃഷ്ണ ഉപദേശ. എന്നിട്ട് ചൈതന്യ ചരിതാമൃത CC പിന്നെ മധ്യ 7:128 എഴുതുക. നമുക്ക് എല്ലാം അറിയുന്ന പോലെ അവിടെ എഴുതി വെക്കണം, അത്രേ ഉള്ളൂ. മലയാളത്തിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ. 14. വാട്ട് ഈസ് ഗുരു വാണി സേവ? മാതാജി ഒരു ഡൗട്ട്. ചിലപ്പോ നമുക്ക് ഇംഗ്ലീഷില് അത് അറിയാൻ പറ്റുള്ളൂവെങ്കിൽ ആ വേർഡൊക്കെ ഇംഗ്ലീഷ് എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. കുഴപ്പമില്ല. What is Guru Vapu and Vani Seva, which is more important in Bhai? 13 പറഞ്ഞില്ല. 13 Discuss with examples the relationship between Guru Seva and service to the mission of ISKCON. Explain the importance of a balanced approach to these two. Page 47 answer. 13 ആണോ മാതാജി? ഹരേ കൃഷ്ണ. 13 the answer, page 47. 13ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ മാതാജി? എത്ര? 40? പറഞ്ഞേ മാതാജി.
13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പേജ് 47. ഗുരു സേവ 46, 47 രണ്ടിലും ഉണ്ട്. ശിക്ഷണം എന്ന വാക്കുമായി ബന്ധമുള്ള ശിഷ്യൻ അതാ യഥാർത്ഥ ആത്മീയ ഗുരുവിനെ അഭയം പ്രാപിക്കുകയും അദ്ദേഹത്തെ പൂർണ്ണമാനത്തോടെ സേവിക്കുകയും ചെയ്യണം. അതിലേതാണ് ആൻസർ? പേജ് മാർക്ക് ലെസൺ 9. മാതാജി 13ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. മാതാജി 13ാമത്തെ ക്വസ്റ്റ്യൻ ഗുരു സേവനെ കുറിച്ചാണ്. ഗുരുവിനെ എങ്ങനെ നമ്മൾ സേവനം ചെയ്യണം? ഏതാണ് മോർ ഇമ്പോർട്ടന്റ്? ആത്മീയ ഗുരുവിനെ സമീപിച്ച് പരമാർത്ഥം അറിയിക്കുവാൻ ശ്രദ്ധിക്കുക. അതാണ് മാതാജി. അദ്ദേഹത്തിന് താഴ്മയോടെ ചോദിച്ചറിയുകയും അദ്ദേഹത്തിന് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുക. അതാണ് മാതാജി. ഇസ്കോണിന്റെ മിഷനും ഗുരു സേവയും തമ്മിലുള്ള ഏതാണ് ഇമ്പോർട്ടന്റ്? അതിൽ തമ്മിൽ ബാലൻസ്ഡ് അപ്രോച്ച് എങ്ങനെയാണ് എടുക്കുന്നത്? മലയാളം എനിക്ക് കിട്ടിയില്ലല്ലോ. എനിക്ക് ഇംഗ്ലീഷിൻ്റെതല്ലേ കിട്ടിയിരിക്കണം. മലയാളം എനിക്ക് കിട്ടിയില്ലല്ലോ. ഇതിൽ കാണുന്നില്ല എനിക്ക്. ഇതിപ്പോ കാണാം. മറ്റേ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഇതുവരെ പറഞ്ഞൊന്നും കിട്ടിയില്ല. ഇംഗ്ലീഷിന്റെ കയ്യിലുണ്ടോ മാതാജി? ഇംഗ്ലീഷിന്റെ ഉണ്ട്, പക്ഷെ മലയാളം അപ്പൊ മാതാജി ഇങ്ങനെ നീക്കി നോക്കിയാൽ മതി. നീക്കി നോക്കും മാതാജി. 13ാമത്തെ ആൻസർ എത്രയായിരുന്നു മാതാജി? പേജ് 46, 47. 46 ഇതാണ് ദീക്ഷയെടുത്ത ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അതാണോ? ആജ്ഞകൾ സ്വീകരിക്കുന്നതിന് ശേഷം ശിഷ്യൻ നിസ്സങ്കോചം ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആജ്ഞകളെ കുറിച്ച് ചിന്തിക്കുകയും അതാണോ മാതാജി? മറ്റൊന്നിനാലും അസ്വസ്ഥമാകരുത്. അതല്ല, ഗുരു സേവ എന്ന് പറഞ്ഞൊരു ലെസൺ കിട്ടിയോ മാതാജി? ആത്മീയ ഗുരുവിനെ സമീപിച്ച് അതാണോ ഗുരു സേവ ലെസൺ 9? ആ 2 പേജിലുണ്ട് ഇതിന്റെ ആൻസർ. നിങ്ങൾ വായിച്ച് എടുത്തോളൂ, പിന്നീട് വായിച്ചാ മതി. അടുത്തത് ഗുരു വപു വാണി സേവ. അതിന്റെ ആൻസർ പറയുവോ? സ്ക്രീൻഷോട്ട് എടുത്തോളൂ. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താ മാതാജി? വാണി സേവ, വപു സേവ. പറയണ ഇതൊക്കെ അറിയാലോ, ഇതൊക്കെ കുറെ പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചതാ. വപു സേവ എന്താണ്? വാണി സേവ പേജ് നമ്പർ 50. കിട്ടിയാ? ഗുരു വാണി സേവ സ്ക്രീനിൽ കാണുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കൂ. ഗുരു വാണി സേവനത്തിന്റെ പ്രാധാന്യം അതല്ലേ? അതെ അതെ അതെ. പ്രാധാന്യം ലെസൺ 10, 10ാമത്തെ ലെസൺ, പാഠം 10. ഹരികൃഷ്ണ മാതാജി, അത് പേജ് 48 അല്ലേ? പേജ് നമ്പർ 48. ലെസൺ 10 ആണോ അത്? വപു വാണി എന്നും പറഞ്ഞു. ഓക്കെ, മേ ബി ഇത് ഇംഗ്ലീഷില് 50ാമത്തെ പേജാണ്. മാതാജി 14ാമത്തെ ക്വസ്റ്റ്യന്റെ ഏതിലാ? 14 അതാണ് ഇപ്പൊ പറയണ. 51 പേജ് 51. ഹരേ കൃഷ്ണ മാതാജി. വാണിയേക്കാൾ പ്രധാനപ്പെട്ടതാകുന്നു. അതാണ് മാതാജി. വപു വാണിയേക്കാൾ പ്രധാനപ്പെട്ടതാകുന്നു. നോ, തിരിച്ചാണ്. എവിടെയാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? വപു വാണിയേക്കാൾ പ്രധാനപ്പെട്ടതാകുന്നു എന്നിടത്ത് എഴുതിയിട്ടുണ്ട്. 14ാമത്തേത് 50ലും 51ലും ഉണ്ടോ മാതാജി? വപു വാണി രണ്ടിലും ഉണ്ടോ? അത് 50ലാണ് കിടക്കുന്നത്. 50ല് വപു വാണി പ്രധാനപ്പെട്ടതാകുന്നു. അത് 50ലാണ്, പക്ഷെ 51ല് പറഞ്ഞത് ഏത്? ഗുരു വാണി സേവനത്തിന്റെ പ്രാധാന്യം. ഇന്ന് മലയാളത്തിലുള്ളത് എനിക്ക് അയച്ചു തരണം. എനിക്ക് എല്ലാം ഇംഗ്ലീഷ്, എനിക്കൊന്നും. വപു വാണിയേക്കാൾ പ്രധാനമല്ല, വാണിയാണ് വപുവിനേക്കാൾ പ്രധാനം. അതെങ്ങനെയാണ് നിങ്ങൾ വപു കൂടുതലാണെന്ന് പറഞ്ഞേ?
അത് എവിടെ എഴുതിയിരിക്കണ? എനിക്ക് നമ്മൾക്ക് ഇതില് കാണുന്നില്ല. തന്നിട്ടുള്ള അങ്ങനെയാണ് മാതാജി. നമ്മുടെ പ്രിന്റ് എടുത്തതിലാണ് ബാബുവാണ് വാണിയേക്കാൾ പ്രധാനം. ക്ലാസ് എടുത്തപ്പോ എവിടെയാ കൊടുത്തിരിക്കണ അങ്ങനെ? 50-ാമത്തെ പേജില് 50-ല്. ഗുരുവിന്റെ രൂപത്തെ ആരാധിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. 50-ാമത്തെ അപ്പൊ പേജ് ലാസ്റ്റ്. നിർദ്ദേശമല്ലേ, അപ്പൊ വാണിയല്ലേ ഇമ്പോർട്ടന്റ്? അതിനൊരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഗുരുവിന്റെ മെത്തയിലുള്ള മൂട്ടയേക്കാൾ നല്ലത് നമ്മൾ ഗുരുവിന്റെ വാണിയായിട്ട് പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് പ്രഭു എക്സാമ്പിളും പറഞ്ഞു തന്നിരുന്നു. അപ്പോ വപു സേവയെക്കാളും വാണി സേവ തന്നെയാണ് മികച്ചത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ പറയൂ മാതാജി. ഗുരുവിന്റെ മെത്തയിലൊരു മൂട്ടയുണ്ട്. ആ മൂട്ട ഗുരുവിനെ കടിക്കുന്നുണ്ട്. അത് സേവ ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ചില സമയത്ത് വപു സേവ. അതിലും നല്ലത് ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതാണ്. രൂപത്തെ വപു എന്നും നിർദ്ദേശങ്ങളെ വാണി എന്നും വിളിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ മൂട്ടയുടെ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവല്ലോ. ഡയറക്റ്റ് വപു സേവ ചെയ്യുമ്പോൾ ഗുരുവിൽ നിന്ന് ചോര കുടിക്കുന്ന പോലത്തെ സേവനമാണ് ചെയ്യണത് നമ്മള്. പക്ഷെ നമ്മൾ വാണി സേവ ചെയ്യുമ്പോൾ ഗുരുവിന് അത് നല്ലതാണ്, നമുക്കും നല്ലതാണ്. നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ പരിസരത്തുള്ള എല്ലാവർക്കും നല്ലതാണ്. വപു ചെയ്യണം. ഗുരു നമ്മുടെ അടുത്തുള്ളപ്പോ നമ്മൾ വപു സേവ ചെയ്യണം. അത് ചെയ്തേ പറ്റൂ. പക്ഷെ അത് ചോര കുടിക്കണ പോലത്തെയാണ്. ഗുരുവിന് അത് ഒരു മൂട്ട ചോര കുടിക്കണ പോലെയാണ് ആ സേവ. ക്ലിയർ ആയോ? അത് മാത്രമല്ല വാണിയാണോ പ്രാധാന്യം? അതെ അതെ, വാണിയാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. വപു നമുക്ക് വല്ലപ്പോഴും കിട്ടും. ഗുരുമാരാജ് നമ്മുടെ വീട്ടിൽ വന്നോ അല്ലെ നമ്മുടെ പ്രദേശത്ത് വന്നു, അപ്പൊ നമ്മൾ ഓടിച്ചെന്ന് ഗുരുമഹാരാജിന് എന്തൊക്കെ സേവ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. പക്ഷെ അതൊക്കെ നമ്മള് അത് ചെയ്യുമ്പോൾ നമുക്ക് അത് പുണ്യം സമ്പാദിക്കുന്ന പോലെയാണ്. ഇപ്പൊ ഗുരുവിന്റെ ചോര കുടിക്കുന്ന പോലത്തെ ഒരു മൂട്ടയുടെ സർവീസാണ്. പക്ഷെ അത് ചെയ്തോളണം നമ്മള്, കാരണം അത് ചെയ്തേ പറ്റൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് ലവമാത്ര സാധുസംഘ കിട്ടും. മീൻസ് ഒരു മൊമെന്റിന്റെ സാധുസംഘ കിട്ടണ കാരണം നമുക്ക് നല്ലതാണത് എന്തായാലും. പക്ഷെ വാണി സേവയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. 16th question 16 അല്ല 15. Give at least 4 examples of appropriate and inappropriate subjects on which to seek advice from Guru. Give appropriate reference to Shastra in your reply. 15ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. The appropriate questions, the appropriate answer. Full എന്ന് പറഞ്ഞു മാതാജി. അത് മലയാളം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ഗുരുവിന്റെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്? അതിന്റെ 4 എക്സാമ്പിൾ തന്നെ. ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കേണ്ട ശരിയായതും തെറ്റായതുമായ വിഷയങ്ങൾ. വാണി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വപു. പേജ് നമ്പർ 52 നോക്കൂ. 52ാമത്തെ പേജ്. അതിലും ഇതിന്റെ ഈ നേരത്തെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഉണ്ട്. ബഗ് സിറ്റിംഗ് ഓൺ ദ ലാപ്പ് ഓഫ് ദ കിങ് എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇതും പറയുന്നുണ്ട്. പ്രഭുപാദിന്റെ ഗുരുവിനെ 3-4 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ലൈഫ് ലോങ് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ അത് ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് വാണി സേവ നടത്തിയ എക്സാമ്പിളും പ്രഭുപാദിന്റെ എന്ന് പറഞ്ഞ് പ്രഭു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, വപു വാണിയുടെ ആൻസർ 52 പേജിലാണ്. മാതാജി ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ ബഗ് സിറ്റിംഗ് ഓൺ ദ ലാപ്പ് ഓഫ് എ കിങ്. 14ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അതെ അതെ.
14 കറക്റ്റ്. 15 15ന്റെ ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? ഇല്ല മാതാജി. സോറി, 14ാമത്തെ ഏതാണ് പേജ്? 14ാമത്തെ പേജ് എത്രയാണ്? 52. 52. ഓക്കെ ഒരു ആചാര്യൻ ഇന്ദ്രിയാസ്വാദനത്തിൽ അതാണ് ആകർഷിതനാവുകയും അയാളുടെ കർത്തവ്യബോധം നഷ്ടപ്പെടുകയും ഭഗവാന്റെ ഭക്തിസേവന പാതയല്ലാതെ മറ്റ് അധപ്പതിച്ച പാത സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ നിരസിക്കപ്പെടണം. അതല്ലേ ഇത്? Lesson 9 and 10. Give at least 4 examples. അടുത്ത ക്വസ്റ്റ്യൻ 15. Give at least 4 examples appropriate and inappropriate subjects on which to seek advice from Guru. Give reference to Shastra. The answer is okay. കൃഷ്ണ മാതാജി 15ാമത്തെ ക്വസ്റ്റ്യൻസിന്റെ പേജ് നമ്പർ എത്രയാ? അതിന്റെ ആൻസർ എനിക്കും കിട്ടിയിട്ടില്ല. ആരെങ്കിലും പറയാവോ? ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതായ വിഷയങ്ങൾക്ക് ഉടനെ 4 ഭാഗങ്ങൾ നൽകുന്നു. നാല് എക്സാമ്പിൾ. അത് അജയ് ഗോവിന്ദ പ്രഭു എങ്ങാനും പറഞ്ഞു തന്നോ? അത് 4 എക്സാമ്പിൾ ഒക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ? മാതാജി 52 പേജ് 52 ആണോ മാതാജി? ഗുരുത്യാഗത്തിന്റെ തത്വങ്ങളാണ് മാതാജി. ഗുരുത്യാഗത്തിന്റെ തത്വങ്ങള് മാതാജി 50 വെല്ലുവിളിക്കുള്ള മനോഭാവത്തോടെ ഇത് ചെയ്യാൻ പാടില്ല. ഭാഗവതം കേൾക്കുന്നവർ ശരിയായ അർത്ഥം വെളിപ്പെടുത്തുവാൻ വേണ്ടി അതിന്റെ വക്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാൽ വെല്ലുവിളി മനോഭാവത്തോടെ ഇത് ചെയ്യാൻ പാടില്ല. കറക്റ്റ്. അതാണ് അതിന്റെ ആൻസർ. വെല്ലുവിളി പാടില്ല. പിന്നെ അതൊരു അങ്ങനെ 4 എണ്ണം വേണമല്ലോ മാതാജി. ചോദ്യങ്ങൾ നിർബന്ധമായും അതീന്ദ്രിയ വിഷയത്തെ കുറിച്ചായിരിക്കണം. ഒരാൾ യഥാർത്ഥ ജിജ്ഞാസു ആയിരിക്കണം. ആചാര്യനിൽ നിന്ന് സത്യം അറിയാൻ ശരിക്കും താല്പര്യമുള്ളവനായിരിക്കണം. ഉത്തമമായ ശ്രേയസ് ഏത് ജിജ്ഞാസുവും എന്നറിയുന്നതിലായിരിക്കണം. അവന്റെ തീവ്രമായ അഭിലാഷം ഭൗതികത്തിൽ നിന്ന് അതീതമായ അറിവിനെയാണ് ഉത്തമം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. മലയാളത്തിൽ 50. ഗുരുവിൽ നിന്ന് ഹരേ കൃഷ്ണ. ഗുരുവിൽ നിന്ന് ചോദിച്ചറിയൽ, അതാണോ മാതാജി? അതെ. വെല്ലുവിളിക്കുള്ള മനോഭാവത്തോടെ ഇത് ചെയ്യാൻ പാടില്ല. ഇംഗ്ലീഷിലെ പേജ് എത്ര? 52 ആണോ? മറ്റേ വാണി മോർ ദ ഇമ്പോർട്ടന്റ് ദെൻ ബാബു അതാണോ മാതാജി? വാണി കണ്ടിന്യൂ ദ അതാണോ? അത് തന്നെ മാതാജി. ഹരേ കൃഷ്ണ. പേജ് 50 പക്ഷെ എനിക്ക് എറ്റിക്കറ്റ് ആണ് കിട്ടണേ. 49 ആണ് മാതാജി. 49 ആണ് മാതാജി. 49. ഇല്ല, മലയാളത്തിൽ 50 ആണ്. ഞാൻ 50 നോക്കിയാ വായിക്കുന്നത്. 50യുടെ താഴെ 50 ആണ് മാതാജി. ഗുരുവിൽ നിന്ന് ചോദിച്ചറിയാൻ എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ചോദിച്ചറിയൽ. വെല്ലുവിളിക്കുള്ള മനോഭാവത്തോടെ 2 ചോദ്യമല്ലേ ഉള്ളൂ? എനിക്ക് ആ പേജ് ഇല്ല ഇവിടെ. 49-ലാണോ? 49-ലാണോ? മലയാളത്തിൽ 49 മാതാജി. അല്ല, മലയാളത്തിൽ 49 ആണ് ഞാൻ ഇപ്പൊ കണ്ടത്. 49. എന്താ എഴുതിയിരിക്കണേ? 50. ഗുരുവിൽ നിന്ന് ചോദിച്ചറിയൽ. ഗുരുവിൽ നിന്ന് ചോദിച്ചറിയലാണ് മാതാജി ടൈറ്റിൽ കൊടുത്തിരിക്കണേ. 50-ലാണത്. മലയാളത്തിൽ 50. 50 ശരി. 50 മാതാജി 4 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളത്? 4 ഇതല്ലേ ഉള്ളത്? അതിലെ 1 ഗുരുവിൽ നിന്ന് ചോദിച്ചറിയൽ. പിന്നെ ഇംഗ്ലീഷിലുണ്ടോ അത്? ഇംഗ്ലീഷ് ആരെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷിൽ അത് എന്താണ് ടോപ്പിക് ആയിട്ട് ഇട്ടിരിക്കുന്നത്? ലെസൺ 10 കിടക്കുന്ന ബാബു വാണി
ബിഹേവിംഗ് അപ്രോച്ചർലി അത് 14 ആണ്. അത് ക്വസ്റ്റ്യൻ 14 ആണ്. 15 പറയുന്നത്. 14 ആണ്. അപ്പൊ അടുത്ത 50 എനിക്ക് അതെല്ലാം 50 കിടക്കണം. 51 കിടക്കുന്നത് പേഴ്സണലി സർവീസ് ദ സ്പിരിച്വൽ മാസ്റ്റർ ബൈ ഗിവിംഗ് ഹിം ബോഡ്ലി കംഫർട്ട്. അതാണ് കിടക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മലയാളത്തിൽ തന്നാലേ പറ്റുള്ളൂ. മാതാജി ഒന്ന് ഷെയർ ചെയ്യൂ ആ പേജ്, നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യൂ. ഇപ്പൊ വായിച്ചത്, നേരത്തെ വായിച്ചത് മാതാജി 4 ക്വസ്റ്റ്യൻ അല്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. ബാബു വാണി അതാണോ? ബപ്പു അല്ല മാതാജി, 15 നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ചെന്ന് കഴിഞ്ഞ്. ബപ്പു വാണി അല്ല അടുത്ത ക്വസ്റ്റ്യൻ. മാതാജി ഒന്ന് ഷെയർ ചെയ്യൂ ഇപ്പൊ വായിച്ചത്. മാതാജി ഇപ്പൊ വായിച്ചല്ലോ. ചോദ്യം എന്താ, ഗുരുവിൽ നിന്ന് ചോദ്യം അറിയല്ലോ. എന്തോ ഹരേ കൃഷ്ണ. മാതാജി എന്റെ അടുത്താണോ മാതാജി? ഹരേ കൃഷ്ണ. ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കേണ്ട ശരിയായതും തെറ്റായതുമായ വിഷയങ്ങൾക്ക് കുറഞ്ഞത് 4 ഉദാഹരണം നൽകുക. നിങ്ങളുടെ ഉത്തരത്തിൽ ശാസ്ത്രത്തിൽ നിന്നുള്ള ഉചിതമായ സൂചനകൾ ചേർക്കുക. അതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ ഇപ്പൊ ഒരു മാതാജി വായിച്ചായിരുന്നു. ചോദ്യം അറിയൽ എന്നും പറഞ്ഞ് എന്തോ വായിച്ചായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി, ആ ചോദ്യം ഞാൻ പറയാം. ഗുരുവിൽ നിന്ന് ചോദിച്ചറിയാൻ, വെല്ലുവിളിക്കുള്ള മനോഭാവത്തോടെ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് 50ാമത്തെ. ഏത് പേജിലാണ് അത്? ഇംഗ്ലീഷിൽ അത് കാണുന്നില്ല. വെല്ലുവിളി അതൊന്നും കാണുന്നില്ല ഇവിടെ. ഇത് മലയാളത്തിലെ 15 പേജാണ്. വെല്ലുവിളിക്കുള്ള മനോഭാവത്തോടെ ഇത് ചെയ്യാൻ പാടില്ല, ഗുരുവിൽ നിന്ന് പേജ് നമ്പർ പറയൂ. പേജ് നമ്പർ 50. അതൊന്നും കാണുന്നില്ല മാതാജി. 15 തുടക്കത്തിലതാ. അതിന് താഴെയുണ്ട് മാതാജി, ചോദ്യങ്ങൾ നിർബന്ധമായും അതീന്ദ്രിയ വിഷയത്തെ കുറിച്ചായിരിക്കണം. അതെ, ചോദ്യങ്ങൾ നിർബന്ധമായി അതീന്ദ്രിയ വിഷയത്തെ ആ പേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യോ എല്ലാവർക്കും കാണാൻ? ഇപ്പൊ ചെയ്യോ? മാതാജി അധികൃത പ്രഭുവിന് അയച്ചു കൊടുക്കാം മാതാജി. നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. മാതാജി ഒന്ന് ഹരേ കൃഷ്ണ മന്ത്രം പറയൂ. മാതാജി പേരേതായിരുന്നു? ഹരേ കൃഷ്ണ. മാതാജി റീന പ്രഭു. റീന മാതാജി. ഓക്കെ, റീന മാതാജി ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. മാതാജി ഒന്ന് ഷെയർ കൊടുത്തോളൂ. ഒരു മിനിറ്റ് പ്രഭു. ഹരേ കൃഷ്ണ. വെല്ലുവിളി അത് ഇംഗ്ലീഷിൽ എങ്ങനെ? ചാലഞ്ചിങ്. ഓക്കെ ഗോട്ട് ഇറ്റ്. ഇംഗ്ലീഷില് പേജ് 52ലാണ്. എൻക്വയറിംഗ് ഫ്രം ഗുരു, പേജ് 52. എനിക്ക് കിട്ടി. ലത മാതാജി 52. കേട്ടു. Enquiring from Guru, this should not be done in a challenging spirit. Inquiries should always be strictly pertaining to transcendental science. അതീന്ദ്രിയമായിട്ടുള്ള സബ്ജക്ട്സിനെ കുറിച്ച് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിൽ ബാക്കി ആൻസേഴ്സ് കിട്ടും. ആ 2 അതിനകത്തുള്ളൂ മാതാജി. പേജ് 52 ഇംഗ്ലീഷില്. പിന്നെ 4 വേണമല്ലോ അവർക്ക്. എക്സാമ്പിൾ മലയാളത്തിലും 2 ഉള്ളൂ മാതാജി. ഉപദേശാമൃതവും ശ്രീമദ് ഭാഗവതവും 115 ഉണ്ട്. 4 ഉണ്ട്. വാണി കണ്ടിന്യൂ എക്സെറ്റ് എൻഡറില് വന്നുകൊണ്ട് വാണി ഈസ് മോർ ദ ഇമ്പോർട്ടന്റ് ദെൻ ബാബു അങ്ങനെയുണ്ട്. അത് വേറെ എന്തിന്റെയോ ആൻസർ ആണ് ബാക്കിയൊക്കെ. ചാലഞ്ചിങ് സ്പിരിറ്റും എൻക്വയറി അബൌട്ട് ട്രാൻസെൻഡന്റ് സയൻസ് അത് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്താൽ മതി. 4 എക്സാമ്പിൾ നിങ്ങൾ എഴുതിക്കോളൂ. 4 മാതാജി. അയ്യോ, എക്സാമ്പിൾ ആണ് അവർ ചോദിക്കണേ. Give at least 4 examples of appropriate and inappropriate subjects on which to seek advice from Guru. അപ്പൊ അപ്രോപ്രിയേറ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞ് 4 പറഞ്ഞേ. അപ്രോപ്രിയേറ്റ് സബ്ജക്ട് 1 വന്നിട്ട് അതീന്ദ്രിയമായിട്ടുള്ള സബ്ജക്ട്. ഓക്കെ, ഇനി വേറെ പറയൂ. ഇവിടെ എഴുതാത്തതൊന്നും കിട്ടുന്നില്ലേ നിങ്ങക്ക്? എന്താണ് മാതാജി? ഒരാൾ യഥാർത്ഥ ജിജ്ഞാസു ആയിരിക്കണം.
ആണോ? ആചാര്യനിൽ നിന്നും സത്യം അറിയുവാൻ ശരിക്കും താല്പര്യമുള്ളവനായിരിക്കണം. 2, ഉത്തമമായ ശ്രേയസ് ഏത് ജിജ്ഞാസവും ശ്രേയ ഉത്തമം എന്നറിയുന്നതിലായിരിക്കണം അവന്റെ തീവ്രമായ അഭിലാഷം. ഭൗതികത്തിൽ നിന്നും അതീതമായ അറിവിനെയാണ് ഉത്തമം എന്ന പദം കൊണ്ട് ആ പാരഗ്രാഫ് മാതാജി അതിന്റെ ആൻസർ അല്ലേ? അത് 4 ആയിട്ട് ഒന്ന് പറയാവോ? 4 എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? അത് ഒരു യഥാർത്ഥ കാണൂല, ജിജ്ഞാസുവായിരിക്കണം. ക്വസ്റ്റ്യൻസ് നമുക്ക് കാണൂല. 4 ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറയാവോ? ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ, ചോദിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ 4 പറഞ്ഞേ, വെറുതെ പറഞ്ഞേ. ഒരു യഥാർത്ഥ ജിജ്ഞാസയായിരിക്കണം. 1, ആചാര്യനിൽ അയ്യോ, നിന്ന് അത് സത്യം ക്വസ്റ്റ്യൻ അറിയുക അല്ല മാതാജി. അല്ലേ? ശരി. നമ്മൾ മെറ്റീരിയൽ ഒന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ. ഓക്കെ, അത് നമ്മുടെ ഹെഡിങ് ആണ്. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയൂ, എന്താണ് നമ്മൾ ചോദിക്കാൻ പറ്റിയത്, എന്താണ് നമ്മൾ ചോദിക്കാൻ പറ്റിയത്. അപ്പൊ ചോദിക്കാൻ പറ്റാത്തത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ കല്യാണം എന്നാ നടക്കാൻ പോണേ? പേഴ്സണൽ ഇത് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയതാണോ ചോദിക്കാൻ പറ്റാത്തതാണോ? പറ്റാത്തത്. ചോദിക്കാൻ പാടില്ലാത്തത്. പാടില്ലാത്തത്. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ കിട്ടിയില്ലേ? അതുപോലെ ഇനിയൊരു ഭൗതികമായ ആവശ്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ അത് ഹെഡിങ് ആണ്. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയൂ. ലോട്ടറി അടിക്കില്ല. ഉദാഹരണം. ലോട്ടറി കിട്ടോ ഇല്ലേ? ചോദിക്കാൻ പാടില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഗുരുവേ, എനിക്ക് ബിവറേജ് കോർപ്പറേഷനിലാണ് ജോലി കിട്ടിയിരിക്കണേ. ഞാൻ 1-ാം തീയതി ജോയിൻ ചെയ്യാണ്. ഞാൻ ജോയിൻ ചെയ്തോട്ടെ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പാടില്ലേ? ചോദിക്കാൻ പാടില്ല. ചോദിക്കണം, ഇത് ചോദിക്കണം. അപ്പൊ ഗുരു പറയും പാടില്ല എന്ന് പറയും. അപ്പൊ അത് അനുസരിക്കണം. ജോലി അവിടെ ചെയ്താലും നമ്മൾ അത് യൂസ് ചെയ്യാതിരുന്നാൽ പോലെ, നമ്മൾ നമ്മുടെ കർമ്മമല്ലേ ചെയ്യുന്നത്. അല്ല, തെറ്റായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. ഗുരു മഹാരാജ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കടയിൽ ഉള്ളി വെള്ളുള്ളി ഉള്ള ചിപ്സ് ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരു മഹാരാജ്. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇത് എന്റെ ജോലിയുടെ ഭാഗമാണ്, അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കശാപ്പ് കട തുടങ്ങിയ ഗുരുവിന് സമ്മതമാണോ? ഇല്ല. നമ്മൾ കശാപ്പ് കടയിൽ ജോലിയുള്ള ആളാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഭഗവത്ഗീതയും കൃഷ്ണാവബോധം അതിലോട്ടൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ വിട്ടിട്ട് വരേണ്ടി വരും. നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളതേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഭക്തിയുത സേവനത്തില് അനുകൂലമുള്ള ജോലിയും പ്രവൃത്തിയും ശബ്ദങ്ങളും എല്ലാം നമ്മൾ ഭക്തിയുത സേവനത്തിന് അനുകൂലം ഉള്ളതേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രതികൂലം ഉള്ളത് ത്യജിക്കാനാണ് പറഞ്ഞിരിക്കണേ. കറക്റ്റ് ആണോ? ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? ഹരേ കൃഷ്ണ, മനസ്സിലായി മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റൂലേ? ഇത് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് പറ്റും മാതാജി, പറ്റും. ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കൂ നിങ്ങള്. ആരും മിണ്ടണില്ല. ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കൂ. ചാലഞ്ചിങ് സ്പിരിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേ. ഇത് കട്ടായി പോയോ? ആരും മിണ്ടണില്ല. ഇങ്ങനെ ചോദിക്കാം, ഞാൻ കാപ്പി ചായ ബിസിനസ് തുടങ്ങുന്ന ഒരു കട തുടങ്ങാൻ പറ്റുമോ? ടീ ഷോപ്പ്, കോഫി ഷോപ്പ് തുടങ്ങാൻ പറ്റുമോ? ടീ ഷോപ്പ് തുടങ്ങാൻ പറ്റുമോ? ചോദിക്കണം. അത് ചോദിക്കാം. ആൻസർ എന്തായിരിക്കും? പറ്റില്ല. പറ്റൂല. അപ്പൊ നമുക്ക് ഹോർലിക്സും ബൂസ്റ്റ് ഒക്കെ വിൽക്കാം. ഹോർലിക്സ് ബൂസ്റ്റ് കട തുടങ്ങാം. കഫേ എന്നും പറഞ്ഞ് ഇട്ടിട്ട് ഹോർലിക്സ് ബൂസ്റ്റ് പിന്നെ നമ്മുടെ ഹെർബൽ ടീ, ഹെർബൽ കോഫി അതൊക്കെ വിൽക്കാൻ പറ്റും. മീൻകട തുടങ്ങാൻ പറ്റും. ആൻസർ ഇസ് നോ. ഓക്കെ, എനിവേ ചാലഞ്ചിങ് സ്പിരിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ. ചാലഞ്ചിങ് എന്തായിരിക്കും? അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാനേ മാതാജി, കേൾക്കാൻ പറ്റുന്നുണ്ടോ?
പറയൂ പ്രഭു. ദീക്ഷയ്ക്ക് ഒരു 100 പേരെ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അത് 50 45 അപ്പൊ അതന്നെ, ഇത് ഫിൽട്ടർ ചെയ്തിട്ടേ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഗുരു മഹാരാജാണ് സഫർ ചെയ്യണത് അവിടെ. ഇപ്പൊ 45 ഗുരു മഹാരാജ് ഇതോടെ പരിപാടി വെച്ച് മതിയാക്കുകയാണെന്ന് ഞാൻ ചോദിച്ചാലോ എന്ന് ആലോചിക്കുക. കൃഷ്ണ. ഓക്കെ, ഒരു ചാലഞ്ചിങ് സ്പിരിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ. എന്റെ സ്വത്ത് ഇത് എന്റെ സ്വത്ത് ചാലഞ്ചിങ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിന് ഗുരുവിന് ഇതിന്റെ ഡിസ്കൗണ്ട് ആൻസർ കൊടുക്കണം, അറിയാവോ മക്കൾക്ക് എന്ന് കൊടുക്കണം. ചാലഞ്ച് ചെയ്യുന്നതാണ്. ദുര്യോധനന്റെ 10ാമത്തെ ബ്രദറിന്റെ പേര് പറയൂ. ഇതൊരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ അല്ലേ? ആണോ? അതെ. ദുര്യോധനന്റെ ഗുരുമഹാരാജിന് 10ാമത്തെ ചോദിക്കാൻ പാടില്ല. ബ്രദറിന്റെ പേര് പറയൂ എന്ന് ഗുരുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഗുരു ആൻസർ പറയോ പറയൂലേ? ചിലപ്പോ പറഞ്ഞേക്കാം. പക്ഷെ ഇത് എന്ത് ചാലഞ്ചിങ് ആണ്, മനസ്സിലായോ? ചാലഞ്ചിങ് എന്താണെന്ന് ഗുരുവിനല്ല ആൻസർ അറിയാവോ എന്ന് ചോദിക്കുന്നത്. അതാണ് ചാലഞ്ചിങ് സ്പിരിറ്റ് പാടില്ല എന്ന് പറയുന്നത്. അതുപോലത്തെ ഇനി ഒരു 3 എണ്ണം കൂടി പറഞ്ഞ ഇങ്ങോട്ട് ചാലഞ്ചിങ് ആയിട്ട്. കമോൺ. ഒരു ഞാൻ എക്സാമിന് എല്ലാം പഠിച്ചിരുന്നു, പക്ഷെ ഹാളിൽ എത്തിയപ്പോഴെല്ലാം മറന്നു. ഞാൻ ജയിക്കോ ഇല്ലെന്ന് അറിയത്തില്ല. എന്താ പറയും മാതാജി? അതാണ് ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. അത് അപ്രോപ്രിയേറ്റ് ആണോ ഇൻഅപ്രോപ്രിയേറ്റ് ആണോ? എവിടെയാണ് എഴുതാൻ പോണത്? ജയിക്കോ ഇല്ലയോ? അത് ഇൻഅപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ പറയൂ. ഒരു ഭാഗവതം മുഴുവൻ വായിച്ചു. ഭാഗവതത്തിലെ 10ാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകം പറയാമോ ഗുരു? ഇത് ചാലഞ്ചിങ് സ്പിരിറ്റ്. വെരി ഗുഡ്. അടുത്ത ഇനി ഒരെണ്ണം കൂടി പറഞ്ഞാൽ ശരി, കംപ്ലീറ്റ് ആവും. ഞാൻ വൃന്ദാവൻ 10 പ്രാവശ്യം പോയിട്ടുണ്ട്. ഗുരു എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ചാലഞ്ചിങ് സ്പിരിറ്റ് അല്ലേ? ഞാൻ ഗുരുവിനെക്കാട്ടിലും വലുതാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 10 പ്രാവശ്യം പോയിട്ടുണ്ട്, ഗുരു എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് എന്ന് ചോദിക്കുന്നത്. അപ്പൊ അതൊരു ചാലഞ്ചിങ് സ്പിരിറ്റ് ആണ്. അപ്പൊ അതുപോലെ ഇപ്പൊ ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ബാക്കി ആൻസേഴ്സ്, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് 16. ഡിസ്കസ് ഹൗ എ ഡിസൈപ്പിൾ ഷുഡ് ബിഹേവ് ടുവേർഡ് one gurus, god brothers and god sisters. Give appropriate reference in Shastra in your reply. Page number 51. Family members of spiritual master, respect one spiritual masters, god brothers. അതിൽ കിട്ടും ആൻസർ. കിട്ടിയോ? പേജ് 51. 16 ഗോഡ് ബ്രദേഴ്സും ഗോഡ് സിസ്റ്റേഴ്സും ഗുരുവിന്റെ ഫാമിലിയോടൊക്കെ നമ്മൾ ശിഷ്യൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? ഫാമിലിയുടെ അടുത്തും ഗോഡ് ബ്രദർ ഗോഡ് സിസ്റ്റേഴ്സ് ഗുരു തന്നെയാണെന്ന് ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ശിഷ്യന്മാര്. എത്ര മാതാജി? 51 മലയാളത്തിൽ 49 ആണോ? Mataji, family members of the spiritual master consider him the ordinary human being. Adale, someone considers. Okay. ഒറ്റ പാരഗ്രാഫ് മതിയാ? അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് എഴുതുക ആൻസർ. അതിന്റെ താഴത്തെയും റെസ്പെക്ട് വൺ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, ഗോഡ് ബ്രദേഴ്സ്. ആൻസർ 48 ആണല്ലേ? 49 ഗുരുവിന്റെ ആത്മീയ സഹോദരങ്ങളെ ബഹുമാനിക്കാതല്ലേ? അതെ 49 ഓക്കെ 49 ആണോ? 49. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17. ഡിസ്ക്രൈബ് വാട്ട് യു കൺസിഡർ ടു ബി the appropriate attitude and behavior for an ISKCON disciple in regard to promoting one's guru in public and within the society of Vaishnavas. Give reference to relevant Shastra and current ISKCON laws in your response. Why is it important for ISKCON disciples to develop an appropriate attitude in this regard?
മാതാജി ഗുരുവിനെ രഹസ്യമായിട്ട് വെക്കണം. അതാണ് ആ അതല്ലേ വെരി മാതാജി ഗുഡ് ആൻസർ വെരി ഗുഡ്. വരിക? അപ്പൊ എഴുതേണ്ട ശ്ലോകം പേജ് നമ്പർ 59 ആണേ. ഗോപയേത് ദേവതം ഇഷ്ടം ഗോപയേത് ഗുരും ആത്മനാ ഗോപയേത് നിജം മന്ത്രം ഗോപയേൻ നിജം മാലികം. പേജ് 59 കിട്ടിയല്ലോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 18. Why is it important to publicly promote Srila Prabhupada as the founder, Acharya and preeminent Shiksha Guru in ISKCON for the present and future? 59 are the ISKCON temple is important. അതാണ് buildings. മലയാളത്തില് 57. Presenting one's Guru മലയാളം ആണ് top കിട്ടിയിട്ടില്ല full lesson മാതാജി. 12. മലയാളം കിട്ടിയിട്ടില്ല. 57 അതെ മാതാജി, എനിക്ക് മലയാളം കിട്ടിയില്ല ഇതുവരെ. ഇത് നിങ്ങളതിൽ ആണ് ഉള്ളത്, എനിക്ക് കിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. മാതാജി ലത മാതാജി 12ാമത്തെ എന്നെ ലെസൺ. കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ലത മാതാജിക്ക് ഞാൻ അയച്ചു തരാം. കിട്ടിയില്ല ഇപ്പോഴല്ല വിളിച്ചു പറയേണ്ടത്. ഓക്കെ, ലെസൺ 12 അതിലുണ്ട് ഇതിന്റെ ആൻസർ. ഓക്കെ, നമ്മുടെ സ്വന്തം ഗുരുവിനെ നമ്മള് സീക്രട്ട് ആയിട്ട് വെച്ചോളണം. ടീഷർട്ടിലൊക്കെ പ്രദർശിപ്പിക്കാൻ പാടില്ല, ബാഡ്ജ് ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല, മറ്റേ ചാന്റിങ് ബാഗിന്റെ മുകളിൽ നമ്മുടെ ഗുരുവിന്റെ പടമൊക്കെ ഇടാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. വി ഷുഡ് കീപ് ഇറ്റ് എ സീക്രട്ട്. അതേസമയം നമ്മള് ഇസ്കോണിന് വേണ്ടിയിട്ട് പ്രഭുപാദിനെ പ്രചരിപ്പിക്കാം. പ്രഭുപാദിന്റെ പിക്ചർ ടീഷർട്ട് ഇടാം, പ്രഭുപാദിനെ ബാഡ്ജ് ആയിട്ട് ഇടാം, അതൊക്കെ കുഴപ്പമില്ല. വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മള് ഇതുവരെ പഠിച്ചു മാതാജി, ഇനിയുള്ളത് പഠിച്ചിട്ടില്ല. നമുക്ക് ക്ലാസ് എടുത്തിട്ടില്ല. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും മാതാജി? ഇനി 2 ഉള്ളൂ, 19ഉം 20ഉം. ഇതൊക്കെ ഓപ്പൺ ബുക്ക് എക്സാം ആണ്. അപ്പൊ ഈ ബുക്കിൽ നോക്കി ആൻസർ എഴുതേണ്ടതാണ്. അതെ, ഇത് കാണാതെ പഠിക്കണ്ട, നോക്കി എഴുതാം. ഞാൻ നിർത്തണോ? അതാണോ പ്രഭു ഇങ്ങനെ ചോദിക്കണേ? 2 ക്വസ്റ്റ്യനും കൂടെ തീർത്തിട്ട് നമുക്ക് നിർത്താം. ഇത് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടെണ്ണം കൂടെ പറഞ്ഞു പറയാം. 18 പറഞ്ഞിട്ടില്ല. 18ന്റെ ആൻസർ ആണ് 59, പേജ് 59. ഞാൻ പേജ് നമ്പർ മാത്രം പറഞ്ഞു വേഗം തീർക്കാം. 18 പേജ് 59, ലെസൺ 12, 12ാമത്തെ ലെസൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്കസ് ഇൻഅപ്രോപ്രിയേറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ for an ISKCON disciple in regard to favoritism or bias on the basis of one's Diksha Guru. Why is it important for ISKCON disciples to develop an appropriate attitude in this regard? ഇത് ലെസൺ 13 ആണ്, പേജ് നമ്പർ. ക്വസ്റ്റ്യൻ എത്ര? 18 അല്ലേ? ക്വസ്റ്റ്യൻ 18 അല്ലേ? 19 എത്തി നമ്മള്. 18 ഏതാണ്? 17 ഏതാണ്? 18 പറഞ്ഞില്ലല്ലോ. 17 ഗുരുവിന്റെ ചിത്രമുള്ള ഷർട്ട്, പരസ്യങ്ങൾ, ജനസഞ്ചികൾ തുടങ്ങിയവ പരസ്യമായി പ്രദർശിപ്പിക്കേണ്ടത്. 19ന്റെ ആൻസർ 61ാമത്തെ പേജ് ആണേ. 19ന്റെ ആൻസർ 61 പേജ്. 18 ഒക്കെ കഴിഞ്ഞ്. 18 പറഞ്ഞില്ലല്ലോ. 18 പറഞ്ഞില്ല മാതാജി. ഇപ്പൊ പറഞ്ഞല്ലോ മാം. Why is it important to publicly promote Srila Prabhupada? അതിന്റെ ആൻസർ 59. പേജ് 59. 59 മാതാജി ആൻസർ ഒന്ന് മാതാജി ഒന്ന് പറയുക കൂടെ ചെയ്യാമോ? അപ്പൊ നമുക്ക് ഓർമ്മ നിൽക്കും. ഒന്ന് പറയുക കൂടെ ചെയ്യാമോ? 17ഉം 18ഉം ഒരേ പേജിലാണ്. 19ന്റെ ആൻസർ 61ാമത്തെ പേജ്. മലയാളത്തിൽ ഏതൊന്ന് പറയുമോ? ആരെങ്കിലും വായിച്ചു പറയൂ. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ മാതാജി? Inappropriate attitude and behavior for ISKCON disciple. ദീക്ഷാ ഗുരുവിനെ കുറിച്ച് ഒരു ശിഷ്യന് ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത പക്ഷാപാതപരവും തെറ്റായതുമായ സമീപനത്തെയും മനോഭാവത്തെയും കുറിച്ച് ചർച്ച ചെയ്യുക. ഇക്കാര്യത്തിൽ ഒരു ISKCON ശിഷ്യൻ ശരിയായ മനോഭാവം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്?
കോഓപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ വന്നിട്ട് ജയപ്രതാപ് സ്വാമി മഹാരാജിന്റെ ഡിസൈപ്പിൾ ആണ്. വേറൊരാള് മറ്റേ ശങ്കർഷൻ അധികാരി പ്രഭുവിന്റെ ഡിസൈപ്പിൾ ആണ്. വേറൊരാള് രാധാനാഥ് സ്വാമി മഹാരാജിന്റെ ഡിസൈപ്പിൾ, ഭക്തിചാരു മഹാരാജിന്റെ ഡിസൈപ്പിൾ. അങ്ങനെ നമ്മൾ ഇസ്കോണിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ വേറെ ആൾക്കാരുടെ വേറെ വേറെ ഗുരുസിന്റെ ഡിസൈപ്പിൾസ് കാണും. പക്ഷെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോ ഒരിക്കലും നമ്മുടെ ഗുരു അവരുടെ ഗുരുവിനെക്കാട്ടിലും വലുതാന്ന് പറയുന്ന ടൈപ്പ് സംസാരം ഒന്നും പാടില്ല അവിടെ ഇസ്കോണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രഭുപാദിനെ കുറിച്ചേ ഗുരുവായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. അതാണ് അതിന്റെ മെയിൻ ആൻസർ. 20 പോട്ടെ, 20 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Describe practical ways of developing and maintaining cooperative relationships with all ISKCON Vaishnavas without inappropriate discrimination on the basis of Guru. അതും സിമിലർ ആൻസർ ആണ്. ഇപ്പുറത്തുള്ള പേജിലാണ് 60, 61 ഇതിന്റെയൊക്കെ ആൻസർ ഉള്ളത്. നിങ്ങൾ പഠിച്ചിട്ട് ഇതൊക്കെ പഠിക്കുമ്പോഴേ അപ്പൊ നിങ്ങൾക്ക് ആൻസർ തന്നെ കിട്ടിക്കോളും. 60, 60 അതോടെ തീർന്ന്. നമ്മൾ ഓൾറെഡി 20 മിനിറ്റ് ലേറ്റ് ആണ്. ഞാൻ ആദികർത്ത പ്രഭുവിന് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് ക്ലോസ്ഡ് ബുക്ക് എക്സാം അല്ല, ഓപ്പൺ ബുക്കിന്റെ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ക്ലോസ്ഡ് ബുക്ക് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് അയച്ചു തരാം. അതുകൊണ്ടോ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇത് പുസ്തകം തുറന്നു വെച്ച് നമ്മള് നോക്കി എഴുതുന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് ഈ ഇത്രയും പറഞ്ഞത്. ഇനിയാണ് ശരിക്കുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് മാതാജി? പരീക്ഷയിൽ എപ്പോഴും ഒരു 20 ക്വസ്റ്റ്യൻ കാണും. ഇതിന്ന് 10, അതിന്ന് 10, അങ്ങനെ 20 കാണുമായിരിക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കും. അങ്ങനെയല്ല, ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറഞ്ഞ് 20 ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ വീട്ടിലിരുന്നോ എവിടെയെങ്കിലും എഴുതിയിട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ക്ലോസ്ഡ് ബുക്ക് അല്ല, ഓപ്പൺ ബുക്ക്. പിന്നെ ഇസ്കോണിൽ വന്ന് പരീക്ഷ എഴുതുന്നതാണ് ക്ലോസ്ഡ് ബുക്ക് എക്സാം. അതിന്റെ ഒരു സാമ്പിൾ ആണ് നിങ്ങൾക്ക് അയക്കണേ. ഇതൊന്ന് സാമ്പിൾ ഒന്ന് നിങ്ങൾ തന്നെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് ഒന്ന് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് വിൽ ബി ആൻസേഴ്സ് ഒക്കെ അറിയാവുന്നൊരു തീരുമാനം ഉണ്ടാവും. അല്ല, ഇപ്പം മാതാജി പറഞ്ഞില്ലേ 20 ചോദ്യം പറഞ്ഞത്? ആരാ കളഞ്ഞേ? നീ അല്ല ആരാ? ഞാൻ പറഞ്ഞല്ലേ നേരം വൈകുന്നേരം ഉള്ള സോക്കേടാ അത്. ആണോ? ഷെയർ ഇപ്പൊ കാണാവോ ഒരു പേജ്? ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, കാണാം. ഇത് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ക്ലോസ്ഡ് ബുക്കാണ്. അവിടെ ഇസ്കോണിൽ ചെന്നിട്ട് എഴുതുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇത് 24-ലോ 2024-25 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്ക്രീൻഷോട്ട് എടുത്തോളൂ, എന്നിട്ട് നിങ്ങൾ ആൻസർ ഒക്കെ കണ്ടുപിടിക്കും. സെക്കൻഡ് പേജ് കിട്ടിയാ? കിട്ടി. തേർഡ് പേജ്. സെക്കൻഡ് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ മാതാജി, സെക്കൻഡിന്റെ. ഒന്നുകൂടി. എന്തോ ഒരു വരാൻ. സെക്കൻഡ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എല്ലാരും എടുത്തായിരുന്നോ? പ്രഭു എടുത്തിട്ട് ഇട്ട് തന്നാ മതി പ്രഭു. ഞാൻ എടുത്തിട്ട് ഇട്ടുതരാം. കിട്ടാത്തവർക്ക് ഞാൻ ഇട്ടുതരാം. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല. ഞാൻ PDF ആയിട്ട് പ്രഭുവിന് അയച്ചുതരാം. അങ്ങനെയും കിട്ടും. ഇപ്പൊ വേണമെങ്കിൽ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എന്തെങ്കിലും ആൻസർ അറിയണമെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ. പ്രഭു എനിക്ക് അയച്ചു തരണേ പ്രഭു. ഇട്ടുതരാം, എല്ലാവർക്കും അയച്ചു തരാം. തേർഡ് പേജ് കുറച്ച് ഈസിയാണ്. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും പിന്നെ ട്രൂ ഓർ ഫോൾസ്. ഇപ്പൊ ആൻസർ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കറക്റ്റ് ആൻസർ അറിയണം എന്താണെന്ന്.
തേർഡ് പേജ് കഴിഞ്ഞു. ഫോർത്ത് ഫോർത്ത് പേജ്, ഇത് 4-ാമത്തെ പേജ്. പ്രഭുവിന് അയച്ചിട്ടുണ്ടേ ഇപ്പൊ ഫുൾ 4 പേജ്, 8-10 പേജാണിത്. അപ്പം പിന്നെ ഇത് 5-ാമത്തെ പേജ്. എടുത്തോളൂ, ഇപ്പൊ എടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് വെച്ചോളൂ. മാതാജി ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ ഇങ്ങനെ മാതാജിയുടെ സൗകര്യം നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ 7 തൊട്ട് 8 വരെ നമുക്ക് ഇതിന് മാതാജിയുടെ അടുത്ത് തന്നെ ഓരോന്നും ഒന്ന് നോക്കി പോവാം. ഇതിൽ ടിക്ക് ഇടാനുള്ള സംവിധാനമൊക്കെ ചെയ്യാം നമുക്ക്. എന്റെ ഉദ്ദേശം നമുക്ക് കുറച്ചുകൂടെ ഈ 6-ാമത്തെ ഓക്കെ. ആദ്യത്തില് 20-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ലല്ലോ മാതാജി. ആദ്യ 20 ക്വസ്റ്റ്യനില് 20-ാമത്തെ ആൻസർ പറഞ്ഞില്ലല്ലോ. 19 പറഞ്ഞു, 20 പേജ് 60 കാണും ഇതിന്റെ ആൻസർ. ഇത് അടുത്ത പേജ് എന്താണ്? ഇത് എസ്സേ റൈറ്റിംഗ് ആണ്. ആദ്യം കുറെ മൾട്ടിപ്പിൾ ചോയ്സും ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയാണ്. അവസാനം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഏതെങ്കിലും ഓർമ്മ കിട്ടും നിങ്ങൾക്ക്? നാളെ ഞാൻ അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻ ഒപ്പിക്കാൻ പറ്റുന്നത് ഞാൻ ഒപ്പിച്ചിട്ട് ഞാൻ മാതാജിയെ വിളിച്ചിട്ട് നമുക്ക് അത് ഇതും കൂടെ റെഫർ ചെയ്തിട്ട് നമുക്കൊരു ഒരു ക്ലാസ്സിന് ഇരിക്കാം. ഇതിന്റെ ഈ ക്ലോസ് ബുക്കിന്റെ, ഓപ്പൺ ബുക്ക് അല്ല, ക്ലോസ് ബുക്കിൻ്റെത് ഒന്ന് മാതാജി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ മാതാജി? സെയിം ആണ് പ്രഭു, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കണ്ട ഗുരുപാദാശ്രയ, പ്രിയമേനു ശിഷ്യ ഗുരു, സെയിം സാധനങ്ങളാണ്. ഒരുവിധം നമ്മൾ എല്ലാ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷെ എല്ലാരും കൺഫ്യൂസ്. നിങ്ങൾ എല്ലാ ഡൗട്ട്സ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു ക്ലാസ് എടുക്കാം നമുക്ക്. എല്ലാ ഡൗട്ട്സും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് അത് ആൻസേഴ്സ് ആയിട്ട് പറഞ്ഞു നോക്കാം. അങ്ങനെ ഈ ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ നോക്കിയിട്ട് ആർക്കെങ്കിലും വന്നാലും ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പൊ അങ്ങനെ ഡീൽ ചെയ്ത് ഒരു ക്ലാസ് വെക്കാം. നമുക്ക് ഈ ക്ലോസ് ബുക്കിന്റെ, ഓപ്പൺ ബുക്ക് അല്ല, ക്ലോസ് ബുക്കിന്റെ മാത്രം ഒരു ക്ലാസ്. സെയിം ആണ്, സെയിം കണ്ട. ഇത് ഓപ്പൺ ബുക്ക് ആണ്. ഓപ്പൺ ബുക്ക് വേറെ മോഡലാണ്. ഇത് 8-ാമത്തെ പേജ് നോക്ക്. ക്ലോസ് ബുക്കിന്റെ വേറെ മോഡലാണ്. മാതാജി അത് ആൻസറും കൂടെ പറഞ്ഞു തരുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്താലോ? അതിൽ തന്നെ ഉണ്ട്. ഇതേ ഇപ്പൊ തന്നെ ക്ലോസ് ബുക്ക് പോലെ തന്നെയാണ് ഓപ്പൺ ബുക്ക്. സെയിം ക്വസ്റ്റ്യനും സെയിം ആൻസറും ആണ്. ഒരു പ്രാവശ്യം നമ്മൾ ഓപ്പൺ ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ക്ലോസ് ബുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ക്ലാസ് നമുക്ക് വെക്കാം ഉടനെ. ഓക്കെ മാതാജി. ഡൗട്ട്സ് ആയിട്ട് മാത്രം. ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റില്ല. ഡൗട്ട് മാത്രം നിങ്ങൾ എഴുതി വെക്ക്, എന്നിട്ട് നമുക്ക് അത് മാത്രം നമുക്ക് ഡീൽ ചെയ്യാം. തീർച്ചയായിട്ടും പോവാം. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ ഒരു ക്ലാസ് കുറച്ചെങ്കിലും നമുക്കൊരു ഐഡിയ ഇല്ലാതെ ഒരു ഐഡിയ കിട്ടിയതാണ്. അപ്പോ എന്തായിരുന്നാലും ഒരു ആൾമോസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടില്ല. എന്നിട്ട് പോലും അതിന്റെ ഒരു ചെറിയൊരു രൂപരേഖ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി ശരിക്കുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇത് അതേ തന്നെ നമ്മളിപ്പോ പഠിച്ചത് തന്നെയാണ്, വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാലും അതിലും സംശയമുള്ളത് തീർക്കാനായിട്ട് ഇനി ഒരു ക്ലാസ് കൂടെ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ നടത്തിയിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അജീവന്ത പ്രഭുവിന്റെ ക്ലാസ് അതുപോലെ നടക്കട്ടെ. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഈ പറഞ്ഞതില്? ക്ലിയർ ആണ്. ഓക്കെ, മാതാജിയോട് നമ്മൾ അതൊരു പുറം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ കൃഷ്ണ 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 കൽപതരൂപേച കൃപാ സിന്ധുപേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രിക്ക് ശില പ്രഭുപാദിക്ക്
जय श्री अनंत पद्मनाभ स्वामी की जय। हरे कृष्णा माता जी, धन्यवाद प्रणाम। थैंक यू माता जी, हरे थैंक यू कृष्णा वेरी माता मच। जी, थैंक यू सो हरे मच। कृष्णा माता जी, हरे कृष्णा। हरे कृष्ण प्रभु। थैंक यू माता जी, हरे कृष्णा। हरे कृष्णा माता जी, थैंक यू। प्रभु। हरे कृष्ण।